ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 41. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. ശ്ലോകം 42. യച്ഛാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസനഭോജനേഷു ഏകോധവാപ്യാച്യുത തത്സമക്ഷം തക്ഷാമയേ ത്വാമഹമപ്രമേയം. വിവർത്തനം. അങ്ങയുടെ മഹത്വമെന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ, ഹേ യാദവ, ചങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചു പോന്നു. നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിലിരിക്കുമ്പോഴും വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിലും പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പു ചോദിക്കുന്നു. ഭാവാർത്ഥം. ഇപ്പോൾ തൻ്റെ വിശ്വരൂപത്തിലാണ് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഭഗവാനുമായി തനിക്കുള്ള മൈത്രീ ബന്ധത്തെ അർജുനൻ സ്മരിക്കുകയാണ്. ആ ബന്ധത്തിന് ചേരുന്ന അനൗപചാരികങ്ങളായ പെരുമാറ്റങ്ങൾ തന്നിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് കൃഷ്ണനോട് അപേക്ഷിക്കുന്നു. ആത്മസുഹൃത്തായ കൃഷ്ണൻ പ്രസ്താവിച്ചിട്ട് പോലും ഇങ്ങനെ വിശ്വാത്മകമായ ഒരാകൃതി കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് അർജുനൻ വിശ്വസിച്ചില്ല. എത്ര തവണയാണ് അദ്ദേഹത്തിൻ്റെ ഐശ്വര്യങ്ങളെ അറിയാതെ ഹേ കൃഷ്ണ, യാദവ, ചങ്ങാതി എന്നിങ്ങനെ വിളിച്ച് ഭഗവാനെ താൻ അപമാനിച്ചിട്ടുള്ളതെന്ന് കൂടി അദ്ദേഹം ഓർക്കുന്നില്ല. എങ്കിലും അത്രയേറെ വിഭൂതികൾക്ക് അധിപതിയായ കൃഷ്ണൻ കരുണാനിധിയാകയാൽ അർജുനനെ സുഹൃത്തായി തന്നെ കരുതി പെരുമാറിപ്പോന്നു. അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ദിവ്യമായ പരസ്പര പ്രേമബന്ധം. ജീവാത്മാവിന് കൃഷ്ണനോടുള്ള ബന്ധം സനാതനമാണ്. അത് മറക്കാനാവാത്തതാണെന്ന് അർജുനന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാകുന്നു. വിശ്വരൂപത്തിൻ്റെ വിഭൂതി പൗഷ്കല്യം കണ്ടിട്ടും കൃഷ്ണനോടുള്ള മൈത്രീബന്ധം വിസ്മരിക്കുവാൻ കഴിയുന്നില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.